വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് രീതിയിൽ ചില്ലി ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇത് ഫ്രൈഡ് റൈസിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 കിലോഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഇവിടെ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. അതിനൊപ്പം 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഒരു വലിയ മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചെറിയ മുട്ടയാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്തതിന് ശേഷം ഇത് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ കോൺഫ്ലോറും മസാലയും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധത്തിൽ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ചേർത്ത് ചൂടാക്കിയെടുക്കുക. ചൂടായി നിൽക്കുന്ന ഓയിലിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ പീസുകൾ ചേർത്തതിന് ശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. കാരണം ഈ സമയത്ത് ചിക്കൻ നമുക്ക് ആവശ്യത്തിന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നീട് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ കൂടുതൽ കുക്ക് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് കുക്കായി കിട്ടേണ്ടതാണ്. ഇവിടെ ഞാൻ ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 2 തവണയായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ കളർ കിട്ടണമെങ്കിൽ നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 ഡ്രോപ്സ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. റെഡ് ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് ഹെൽത്തിയായി കിട്ടേണ്ടത് കൊണ്ട് ഞാനിതിലേക്ക് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് ഇവിടെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ പുറംഭാഗം കുറച്ച് ക്രിസ്പിയായി കിട്ടുമ്പോഴാണ് നമ്മുടെ ചില്ലി ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് പുറംഭാഗം ഒന്ന് മൊരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ അടുപ്പിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നീട് ഞാൻ അടുത്ത ട്രിപ്പ് കൂടെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ പീസ് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില്ലി ചിക്കന് നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചിക്കൻ ഒരു ഭാഗം ഏകദേശം ഒന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് കുക്കായതിന് ശേഷം ഞാനിവിടെ കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ചെറുതായി കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 പീസ് വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാളയാണ്. 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളകാണ്. 4 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇവ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ്. പിന്നീട് 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ എപ്പോഴും അധികം ഗ്രേവി ഇല്ലാത്ത ടൈപ്പാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കോൺഫ്ലോറും വെള്ളവും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു തിക്കായ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നെല്ലാം ഈ സമയത്തും ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ്റെ പീസ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായി കോട്ട് ചെയ്യുന്ന വിധത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായി കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ പോർഷനാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നീട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിരുന്നു. ആ ക്ലിപ്പ് എന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായി വരുന്നത് വരെ കാത്തിരിക്കുക.